ഹായ് ഫ്രണ്ട്സ്, ചരിത്ര നഗരമായ തിരുവനന്തപുരം ഇന്ന് രാജ്യസ്നേഹത്തിന്റെ അഭിമാന നിമിഷങ്ങൾ കാഴ്ചവെക്കുകയാണ്. തലസ്ഥാനം രാജ്യത്തിനു വേണ്ടി പാടുകയാണ്. 1000 ഗായകർ ഒന്നിച്ചു ചേർന്ന് ദേശീയഗീതവും ദേശീയഗാനവും ആലപിച്ച് ലോക റെക്കോർഡിലേക്ക് കയറുന്ന ഈ ധന്യ നിമിഷത്തിലേക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. തലസ്ഥാനം ആസ്ഥാനമായിട്ടുള്ള പാട്ടിന്റെ കൂട്ടുകാർ എന്ന വാട്സപ്പ് കൂട്ടായ്മയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. വിവിധ സംഗീത കൂട്ടായ്മകളും അതിന് കൂടെയുണ്ട്. അങ്ങനെ 1000 ഗായകർ ചേർന്ന് ഇന്ന് തിരുവനന്തപുരം നഗരം ഒരു വലിയ മഹാസംഭവം രചിക്കുകയാണ്. ഏകദേശം 1 മാസത്തോളമായി പരിശീലനം നേടിയ ഗായകരാണ് ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നത്. അതിൽ വീട്ടമ്മമാരുണ്ട്, റിട്ടയർഡ് ഉദ്യോഗസ്ഥരുണ്ട്, സംഗീത കോളേജ് വിദ്യാർത്ഥികളുണ്ട്, സാധാരണക്കാരുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷെ വളരെ ഗൌരവകരമായി തന്നെയാണ് അവർ പഠിച്ച് പരിശീലനം നേടി ഇന്നത്തെ ദിവസം എത്തിയിരിക്കുന്നത്. ഇന്ന് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രി ശ്രീ GR അനിൽ അവർകളാണ്. കൂടാതെ തിരുവനന്തപുരം ജില്ലാ കളക്ടർ, MLA VKP ഉണ്ട്, ഡെപ്യൂട്ടി മേയറുണ്ട്, മറ്റ് കൌൺസിലർമാർ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. ഇതിനകമ്പടിയായി ആർമി, നേവി, എയർഫോഴ്സ് വിങ്ങുകളിലെ NCC കേഡറ്റുകളും പങ്കെടുക്കുന്നുണ്ട്. ആകെ കളർഫുള്ളായ ഒരു അന്തരീക്ഷമാണ്, വൈബാണ് ഇന്ന് കനോക്കുന്ന കൊട്ടാരം മുഴുവൻ. ത്രിവർണ്ണ പതാക ഇന്ന് നിങ്ങളുടെ എല്ലാ ഗായകരുടെ തൊപ്പികളിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ പ്രോഗ്രാമിന്റെ പ്രധാന സംഘാടകരായി പ്രവർത്തിച്ചത് ഡോക്ടർ ശ്രീ വേണുഗോപാലാണ്. അദ്ദേഹം ഗാന പരിശീലന രംഗത്ത് ഒത്തിരി വർഷങ്ങളായി പരിചയമുള്ള ആളാണ്. അദ്ദേഹം വളരെ ഗൌരവകരമായി തന്നെയാണ് പരിശീലനം നടത്തിയത്. കൂടാതെ മറ്റ് സംഘാടകനായ ഭവാസ് ഇലിയാസും ഇതിൽ പങ്കെടുത്തു. അദ്ദേഹം 25ഓളം കോർഡിനേറ്റർമാരെ സംഘടിപ്പിച്ച് ആ 25 കോർഡിനേറ്റർമാരാണ് 1000ഓളം വന്ന ഗായകരെ അവരെ പിന്നിലാണ് നിർത്തിയത്. അവരുടെ എഫർട്ട് നമ്മൾ വളരെ അഭിനന്ദനാർഹമാണ്. അവർക്ക് അതിനുവേണ്ടി നല്ല കൺഗ്രാറ്റ്സും കൊടുക്കുന്നു. രണ്ടു വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്യപ്പെട്ട പാട്ടിന്റെ കൂട്ടുകാർ എന്ന ചാരിറ്റി മ്യൂസിക് ക്ലബ്ബ് ഇതിന്റെ പിറവി കൊണ്ടിട്ട് 26 വർഷം കഴിഞ്ഞു. 1999 ഒക്ടോബർ 13 ഇങ്ങനൊരു സംഘടന രൂപം കൊള്ളുന്നത്. ഈ പറഞ്ഞതുപോലെ ക്യാൻസർ പേഷ്യൻസിനെ താമസിപ്പിക്കുന്ന അവരുടെ വീട്ടുകാരെയും കൂട്ടുകാരെയൊക്കെ താമസിപ്പിക്കുന്ന, അവരുടെ അന്തേവാസികൾ വയസ്സൻസസിനൊക്കെ താമസിപ്പിക്കുന്ന 36 സംഘടനകളാണ് RCC മെഡിക്കൽ കോളേജ് പരിസരങ്ങളിലുള്ളത്. അവിടെയൊക്കെ നമ്മൾ മാസത്തിൽ 2 പ്രോഗ്രാം ചെയ്തിട്ടും അതോടൊപ്പം അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തുകൊണ്ടും നമ്മുടെ 309 മെമ്പേഴ്സ് ഉള്ളൊരു മ്യൂസിക് ക്ലബ്ബാണ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശത്തിനായി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരായി നിൽക്കുന്ന എല്ലാവരെയും വളരെ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മുടെ രാജ്യം ഒരുപാട് പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് എത്തിയ നാടാണ്. ഇന്ന് രാജ്യം അനുഭവിക്കുന്ന പലവിധ പ്രശ്നങ്ങൾ, ഇന്ത്യയുടെ ഭരണഘടന നേരിടുന്ന വെല്ലുവിളികളടക്കം അതിജീവിക്കാൻ കഴിയേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. ജനാധിപത്യ പ്രക്രിയ കൂടുതൽ ശക്തിപ്പെടുത്താൻ ജനങ്ങളുടെ നല്ല പങ്കാളിത്തം ഉണ്ടാകേണ്ടുന്ന ഒരു കാലഘട്ടത്തിൽ രാജ്യത്തെ വിവിധങ്ങളായ സാമൂഹിക പ്രശ്നങ്ങൾ ഉണർത്തിക്കൊണ്ടുള്ള പാട്ടാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ദേശഭക്തി ഗാനങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് അത്തരത്തിൽ ഒരു സംഘാടനം വളരെ വളരെ അനുയോജ്യവും സമയോചിതവുമായ ഒന്നായിട്ടാണ് ഞാൻ കാണുന്നത്. രാജ്യമെമ്പാടും സ്വാതന്ത്ര്യദിനം വലിയ ആഘോഷങ്ങളായി കൊണ്ടാടിയിട്ടാണ് രാവിലെ മുതൽ നമുക്ക് ചാനലുകളിൽ, മാധ്യമങ്ങളിലൂടെ കാണാൻ കഴിയുന്നത്. സ്വാതന്ത്ര്യം ലഭിച്ച നമ്മുടെ രാജ്യം സ്വതന്ത്ര സമര പോരാട്ടങ്ങളിൽ ഏർപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികൾ ആഗ്രഹിച്ച തരത്തിലേക്ക് നാടിനിയും എത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. ജനങ്ങളുടെ ജീവിത ദുരിതങ്ങൾ അകറ്റുവാൻ ജനങ്ങളുടെ വലിയ കൂട്ടായ്മ വളർന്നു വരേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ പലവിധത്തിലുള്ള RCC അടക്കമുള്ള ആശുപത്രികളിൽ പലവിധ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക്
ആശ്വാസം പകരാൻ പാട്ടിന്റെ കൂട്ടുകാർ അവരടുത്തേക്ക് എത്തുന്നു എന്നുള്ളത് മറ്റെന്തിനേക്കാൾ സന്തോഷമുള്ള കാര്യമാണ്. പാട്ടെന്ന ആയുധത്തിന് സ്വാധീനിക്കാൻ കഴിയുന്നത് പോലെ മറ്റൊരായുധത്തിനും അതുപോലെ സ്വാധീനിക്കാൻ കഴിയില്ല. എത്ര കഠിന ഹൃദയത്തെയും അലിയിപ്പിക്കാൻ പാട്ടിന് കഴിയുന്നു, ആ ശബ്ദത്തിന് കഴിയുന്നു എന്നുള്ളത് വളരെ വളരെ പ്രത്യേകതയാർന്ന ഒന്നാണ് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ഞാൻ ദീർഘമായ വർത്തമാനത്തിലേക്കൊന്നും കടക്കുന്നില്ല. വളരെ വളരെ സന്തോഷത്തോടുകൂടി ഇതിന്റെ സംഘാടകർക്ക് ആശംസകൾ നേരുന്നു. ഈ പരിപാടി ഏറ്റവും ശ്രദ്ധേയമായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം. പാട്ട് പാടാൻ പോവുകയാണ്. അപ്പോ ഈ പരിപാടി വളരെ ഗംഭീരമായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ് നമ്മളെല്ലാവരും ആഘോഷിക്കുന്നത്. നമ്മുടെ സോൾജർമാർസ് ബോർഡറിൽ നിന്നിട്ട് അവർ നമ്മുടെ കൺട്രീനെ രക്ഷിക്കുന്നുണ്ട്. അപ്പോ പല പ്രാവശ്യം നമ്മളെല്ലാം വിചാരിക്കാറുണ്ട്, ഹൗ ക്യാൻ വി സെർവ് ദ കൺട്രി, നമുക്ക് നമ്മുടെ രാജ്യത്തിനെ എങ്ങനെ സേവിക്കാൻ പറ്റൂ. അപ്പോ ഓരോരോ സിറ്റിസണിനെ അവരുടെ വേറെ വേറെ രീതിയായിട്ട് അവരുടെ ജോലി വളരെ ആത്മാർത്ഥത്തോടെ ചെയ്തു കഴിഞ്ഞാൽ all of us can serve the country in different ways. ഓരോരോ ഓഫീസർ അവരുടെ വർക്ക് വളരെ മികച്ച രീതിയായിട്ട് ചെയ്താൽ, ഓരോരോ പൊളിറ്റീഷ്യൻ അവരുടെ സേവ അവരുടെ കാര്യങ്ങൾ നല്ലതുപോലെ ചെയ്താൽ, നമ്മൾ നമ്മുടെ ടാക്സ് ടൈമായിട്ട് അടിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പരിസ്ഥിതിയൊക്കെ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. നമുക്കൊരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ബിൽഡിംഗിൽ റാമ്പ് വെച്ച് കഴിഞ്ഞാൽ, അപ്പോ നമ്മൾ എല്ലാവരും നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ആത്മാർത്ഥത്തോടെ പൂർണ്ണമായിട്ട് with that integrity, compassion and honesty, if each one of us does our job, does our duty, then I feel that we are all serving the country in our own individual ways. അപ്പോ ഇന്നത്തെ ഈ പരിപാടി, ഇവിടെ സംഘടിപ്പിച്ച ഈ പരിപാടി അതെയും ഒരുപോലെ ദേശഭക്തി തന്നെയാണ്, ദേശസേവ ആണ്. ഈ വ്യത്യസ്തമായ പരിപാടി വളരെ ഗംഭീരമായിട്ട് ആവട്ടെ, നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം.
ഓക്കെ, താങ്ക് യു. പ്ലീസ് അതെ ചേട്ടാ ബാക്കിലോട്ട് നീങ്ങിക്കേ.